ഇപ്പം ചില പാട്ടുകളിലൊക്കെ കാണാം, ഞാൻ തങ്ങളുടെ കാലത്ത് ജനിച്ചിനെങ്കിൽ സ്വഹാബിയാവും. അങ്ങനെ പറയുന്നിടത്ത് തന്നെ കുറച്ച് സൂക്ഷ്മത നമുക്ക് ഉണ്ടാവണം. ഷെഹറാനി ഇമാമിന്റെ കിതാബിലുണ്ട്, ചിലപ്പോൾ നമ്മൾ ആ കാലത്ത് ജീവിച്ചാൽ മുഅ്മിനായിട്ടില്ലെങ്കിലോ ഉത്തുബത്തോ ഷൈബത്തോ ആയാലോ ലഖാമ ബിൽ ഹസദു, റസൂലുള്ളാഹിനോട് അസൂയ വന്നാലോ എങ്ങനെ ഉണ്ടാവും? ഈ കാലത്ത് നമ്മുടെ കൂടെ ദർസിലോ പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ PGക്കോ അല്ലെങ്കിൽ B.Edനോ പഠിച്ച ഒരാൾ പിന്നീട് ഒരു പച്ചഷാളൊക്കെ ഇട്ടിട്ട് അയാൾ വലിയാണെന്ന് വാദിച്ചാൽ നമ്മൾ അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലോ കുറവോ? കുറവ്. അയാൾ നമുക്കറിയില്ല, മൂപ്പരുടെ സീക്രട്ട് മൊത്തം അല്ലേ? വലിയ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അംഗീകരിക്കൂല. എന്നിട്ടല്ലേ നബിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ അസൂയ സമ്മതിക്കോ? ആ കാലത്ത് ജീവിക്കാതെ ഈ കാലത്ത് ജീവിച്ചിട്ട് ആ കാലത്ത് നബിയിൽ ഈമാൻ കിട്ടിയതിൽ വലിയ നിഅമത്താണെന്ന് വിചാരിക്കലാണ് ഏറ്റവും നല്ലത്. സന്തോഷം ആറ്റല്ലണയുന്നേ ദേശം, 4-ാം വയസ്സിൽ പൊന്നുമ്മാനരികിൽ നബിയെത്തി ഹർഷം. 3 കൊണ്ട് നബി നിന്നു, മാസം 5 നടന്നു. അജപാല 9 ചൊന്നു, അൽ അമീനരായി വളർന്നു.